കേസി വന്നിറങ്ങിയാൽ അതുപോലെ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് പ്രേക്ഷകർ മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ പലരും പറയുന്നുണ്ട്. അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അതിനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടോ? സ്വാഭാവികമായിട്ടും അത്തരം പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാം. പക്ഷേ അതൊക്കെ എത്രമാത്രം നിൽക്കുന്നറിയില്ല. അതിനു മുമ്പ് KPCCയിലേക്ക് എത്തുന്ന ഒരു വാർത്തയുണ്ട് ആര്യ. അത് 1 മണിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ 1 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ ഇവിടെ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഡൽഹിയിൽ നിന്നൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത KPCCയിൽ മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് ആരാണ് വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കേസി ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് വരികയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ KPCC മോളിലൂടെ ഒരു വിമാനം കടന്നു പോയതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇവിടെ KPCCയിൽ അവിടെ നിൽക്കുന്നവരെല്ലാം കാത്തിരിക്കുന്നത് ഒരു വിമാനം, അത് നിരീക്ഷകരെയും കൊണ്ടാണോ വരുന്നത് അതോ മുഖ്യമന്ത്രിയെയും കൊണ്ടാണോ വരുന്നത്? ഇനി അതല്ല, ആലുവ ദേശം വഴി വരുന്ന കാറിലാണോ മുഖ്യമന്ത്രി? അതൊന്നുമേ അല്ല, ഇവിടെ വഴുതക്കാട് വീടിനകത്തിരിക്കുന്ന മനുഷ്യനാണോ മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള സംശയങ്ങൾ നിരവധിയാണ്. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലെ ചോദ്യം ഇപ്പോഴും അനിശ്ചിതമായി തന്നെ നീളുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സൂചന, ഇതിൽ ആരാകുമെന്നുള്ളൊരു സൂചന എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ കാട്ടുതീ പോലെ പടരുന്നതാണ്. അതാണ് കോൺഗ്രസിന്റെ സിസ്റ്റം. അത് അടക്കി പിടിച്ചുകൊണ്ട് ഇവിടം വരെ കൊണ്ടുവരാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് ഇതുവരെ ഈ മൂവരിൽ ആരെ ആയിരിക്കണം മുഖ്യമന്ത്രി ആക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച അന്തിമമായ തീരുമാനമെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ ഞാനത് പറയുമ്പോൾ ആര് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പറയരുത്, ഒരു തീരുമാനം ഇന്ന് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഒറ്റ സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് ഇതിനോടകം തന്നെ പുറം ലോകം അറിയുമായിരുന്നു. അതാണ് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ രീതി, അതാണ് കോൺഗ്രസിനകത്തെ ഒരു അച്ചടക്ക രീതി, അതാണ് കോൺഗ്രസിനകത്ത് ഒരു വാർത്ത അല്ലെങ്കിൽ തീരുമാനം സൂക്ഷിക്കുന്നതിനകത്തെ ഒരു കാര്യം. അല്ലേ ആനന്ദൻ? ഇനിയുള്ള സസ്പെൻസ്, ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആരാണ് തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുന്നത്? ആ വന്നിറങ്ങുന്ന ആള് പുതിയ മുഖ്യമന്ത്രിയായിട്ടാണോ അതല്ല മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണോ? എല്ലാം ഇനി മണിക്കൂറുകൾക്കകം അറിയാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ പറയാം. അതായത് ഇപ്പോൾ അനന്തം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണെന്ന്. ഉറപ്പായിട്ടും എനിക്ക് അതിനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം തെലങ്കാനയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. അതുകൊണ്ട് ഒരുപക്ഷെ വലിയൊരു ടെസ്റ്റ് ആര്യ നമുക്ക് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. കാരണം പറന്നിറങ്ങുന്ന KC വേണുഗോപാൽ ഇവിടെ വന്നതിന് ശേഷം അവിടെ ദീപദാസ് മുൻഷിക്കൊപ്പം ഇരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് KC വേണുഗോപാൽ പ്രഖ്യാപിച്ചാൽ അതൊരു ടെസ്റ്റ് അല്ലേ? അതൊരു സീൽഡ് കവറിൽ, അതായത് രാഹുൽ ഗാന്ധി ഒരു പേരെഴുതി സീൽഡ് കവറിൽ ഈ നേതാക്കന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. ആ നേതാക്കന്മാർക്ക് ആർക്കും അറിയില്ല ഇതിനകത്ത് ഈ പേരിൽ എന്താണെന്ന്. അവർ ഈ പേരുള്ള കവറും പിടിച്ച് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു. മണിക്കൂറുകളുടെ ആകാംക്ഷ അവർക്കും ഉണ്ടാകുമല്ലോ. അവർ നേരെ തിരുവനന്തപുരത്ത് KPCCയിൽ വരുന്നു. അവിടെ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നു. ആ യോഗത്തിലേക്ക് വന്ന് അവരിങ്ങനെ കവർ കീറിയിട്ട് ആ പേരെടുത്ത് വായിക്കുമ്പോൾ അവിടം വരെ സസ്പെൻസ് നിലനിർത്തുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി. ഏതായാലും നമുക്ക് ആ മണിക്കൂറിനാണ് കാത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പുൽനാം പനങ്ങിയാൽ KPCCയിലേക്ക് വെള്ള ഖദർദാരികളുടെ ഒരു ഒഴുക്കാണ്. ഇപ്പൊ നോക്ക്, ഇത്രയും മണിക്കൂറായി, ഇത്രയും ആകാംക്ഷ നിലനിൽക്കുന്നു. ഒരാൾ പോലും ഈ KPCCയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവരും വിട്ടു. മാർഷൽ ആനന്ദൻ, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസവും മഴയൊക്കെ പെയ്ത ദിവസത്ത് പോലും അവർ അവിടെ വന്നിരുന്നു, ഫ്ലെക്സുകളുമായൊക്കെ വന്നിരുന്നു, ലഡുവായി വന്നിരുന്നു, ബിരിയാണി വിതരണം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇവർ പെട്ടി പൊട്ടിക്കുന്നില്ല, പേര് പറയുന്നില്ല. അപ്പൊ പ്രവർത്തകരെ നിർത്തി വരുന്നത് സ്വാഭാവികമായിട്ടും ആര്യ, ഇതിൽ അനന്ത ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും കുറച്ചുകൂടെ കഴിയുമ്പോൾ, ഇപ്പോൾ 10 മണിയാകാൻ പോകുന്നല്ലേ ഉള്ളൂ, 9 ആയതല്ലേ ഉള്ളൂ. അവർ പീക്ക് ഇന്നലെ ആയിരുന്നു. എല്ലാ സ്ഥലത്തും പ്രവർത്തകർ അസംബിൾ ചെയ്തു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്, VD സതീശന്റെ വീട്ടിൽ ജനസമുദ്രമായിരുന്നു. ഒരുപക്ഷെ VD സതീശന്റെ വീട്ടിൽ ഇത്രയും അധികം ആൾക്കൂട്ടം ഉണ്ടായ ചരിത്രം ഉണ്ടാകില്ല. അപ്പോൾ അത്രയും ആൾക്കാർ ഇന്നലെ മുഴുവൻ കാത്തിരുന്നിട്ട് ജയറാം രമേശ് വന്ന മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്ന ആ നിമിഷവും സസ്പെൻസ് ആയിരുന്നു. ഇപ്പൊ പറയാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീരുമാനം നാളെ പറയാമെന്ന്. അതോടുകൂടി നായി പോയി, എല്ലാവരും പിരിഞ്ഞുപോയി. അപ്പോൾ ഇനി അതോടുകൂടി എല്ലാവരുടെയും ഒരു എന്തൂസിയാസം നഷ്ടപ്പെട്ടു. ഇനി ഏതെങ്കിലും ഒരു പേര് വരട്ടെ എന്ന മട്ടിലേക്ക് അവർ മാറി. ജനങ്ങൾ എന്തായാലും മാറി. വോട്ട് ചെയ്തവർ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഇനി വോട്ട് ചെയ്തവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ഒരു പരിഹാസ രൂപത്തിലേക്ക് ഈ ഒരു വലിയ വിജയത്തിന്റെ ഗ്രേസ് അങ്ങ് ഇല്ലാതായി എന്നുള്ളതാണ്. ഏതായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു. ഇപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വന്നത് ഹൈക്കമാൻഡിന്റെ എന്നുള്ളതാണ്. ഇന്ദിരാഭവനിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ പറയുന്ന കാര്യം, കാര്യങ്ങൾ കൈവിട്ടു പോയോ അതോ ഒരു സസ്പെൻസ് നിലനിർത്തുകയാണ്? എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഈ പകൽ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും നിയുക്ത MLA-മാർക്ക് അറിയില്ല, മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളുകൾക്കറിയില്ല. ഇപ്പോഴും വലിയ സസ്പെൻസ് തന്നെയാണ് എന്തായാലും നിലനിർത്തിയിരിക്കുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ 1 മണിക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങുമെന്ന് അറിയുന്നു.